ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഹിന്ദി ചിത്രമാണ് ത്രീ ഓഫ് അസ്. മറവി രോഗം മൂലം ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശൈലജ തന്റെ ബാല്യകാല ഓർമ്മകളെ ഓർത്തെടുക്കാൻ ഭർത്താവിനോടൊപ്പം നടത്തുന്ന ഒരു യാത്ര. അതാണ് ത്രീ ഓഫ് അസ് എന്ന ഈ മനോഹരമായ സിനിമയുടെ കഥ. പഴയ സൗഹൃദങ്ങളെയും തനിക്ക് നഷ്ടപ്പെട്ട പ്രണയവും അതിന്റെ ഓർമ്മകളും ആ യാത്രയിലൂടെ തന്നോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് ശൈലജ. ഡിമൻഷ്യ, ഓർമ്മകളെ മായ്ച്ചു കളയുന്നൊരവസ്ഥ. ചെയ്തു തീർക്കേണ്ട ജോലികളും ഓർത്തു വെക്കേണ്ട കാര്യങ്ങളും ഒരു ബുക്കിൽ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഡിമെൻഷ്യ ബാധിച്ച ശൈലജ. മുംബൈയിൽ ഫാമിലി കോർട്ടിൽ ഡിവോഴ്സ് ഡിവിഷനിലാണ് ശൈലജ ജോലി ചെയ്യുന്നത്. മറവി രോഗം കാരണം ശൈലജ ആ ജോലി ഉപേക്ഷിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശൈലജയുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരുന്നു. ആളുകളെയും തനിക്ക് ഓർത്തെടുക്കാൻ കഴിയാതെ വരുന്നു എന്ന് മനസ്സിലാക്കിയ ശൈലജ തന്റെ കുട്ടിക്കാലത്ത് അന്ന് താമസിച്ചിരുന്ന വെങ്കുർല എന്ന പട്ടണം സന്ദർശിക്കാനുള്ള ആഗ്രഹം ഭർത്താവ് ദീപാങ്കറിനോട് പ്രകടിപ്പിച്ചു. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ശൈലജ വെങ്കുർലയിലാണ് പഠിച്ചിരുന്നത്. മുംബൈയിൽ താമസിക്കുന്ന ദീപാങ്കറിന്റെയും ശൈലജയുടെയും മകൻ ഭരത് IITയിൽ പഠിക്കുകയാണ്. ശൈലജയുടെ ആഗ്രഹപ്രകാരം ദീപാങ്കറും വെങ്കുർലയിലേക്ക് പോകാൻ യാത്ര തിരിച്ചു. അങ്ങനെ അവർ വെങ്കുർലയിലെത്തി. അവിടെ എത്തി താൻ പഠിച്ച പഴയ സ്കൂള് കണ്ടെത്തുകയാണ് ശൈലജ. അവിടുത്തെ സ്റ്റാഫിനോട് പ്രദീപ് കമ്മത്തിനെ കുറിച്ച് അറിയുമോ എന്ന് ശൈലജ ചോദിച്ചു. ആ സ്റ്റാഫിന് അയാളെക്കുറിച്ച് അറിയില്ലായിരുന്നു. പഴയ ഓർമ്മകളിലൂടെ താൻ നടന്ന വഴികളിലൂടെ ശൈലജ നടന്നു. ആ വഴിയിൽ വെച്ച് ശൈലജയുടെ പഴയ സുഹൃത്ത് ഗൗരി ശൈലജയെ തിരിച്ചറിഞ്ഞു. ഒരുപാട് സന്തോഷമായി രണ്ടുപേർക്കും. 28 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് ഗൗരിയും ശൈലജയും. ഗൗരിയുടെ വീട്ടിൽ അവരുടെ പഴയ സ്കൂൾ ഫോട്ടോ കണ്ട് ശൈലജ അവരുടെ പേരൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പ്രദീപ് കമ്മത്തിനെ കുറിച്ച് ഗൗരിയിൽ നിന്ന് മനസ്സിലാക്കിയ ശൈലജ പ്രദീപ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി. ബാങ്ക് മാനേജറായിരുന്നു പ്രദീപ്. ഇരുവരും തമ്മിൽ കണ്ട നിമിഷം എന്തൊക്കെയോ അവർക്ക് പറയാനുള്ളത് പോലെ തോന്നി. എന്നാൽ എന്ത് സംസാരിക്കണമെന്ന് അറിയാത്തതുപോലെയായിരുന്നു ഇരുവരുടെയും അവസ്ഥ. ദീപാങ്കറും രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ ചെറുതായി അസ്വസ്ഥനാകുന്നുണ്ട്. ശൈലജയും പ്രദീപും ഗൗരിയും ഒരുമിച്ച് വീണ്ടും തങ്ങളുടെ പഴയ സ്കൂളിലേക്ക് പോയി. കൂടെ ദീപാങ്കറും. ശൈലജയെ മനസ്സിലാക്കുന്ന നല്ലൊരു പങ്കാളിയായിരുന്നു ദീപാങ്കർ. അതുപോലെ തന്നെ പ്രദീപിനെ മനസ്സിലാക്കുന്ന നല്ലൊരു പങ്കാളിയായിരുന്നു പ്രദീപിന്റെ ഭാര്യ ശാരികയും. പ്രദീപും ഭാര്യ ശാരികയോട് ശൈലജ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശൈലജ താമസിച്ചിരുന്ന വെങ്കുർലയിലെ പഴയ വീട്ടിലേക്ക് പ്രദീപ് ശൈലജയെയും ദീപാങ്കറിനെയും കൊണ്ടുപോയി. പഴയ ഓർമ്മകൾ ശൈലജയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വന്നു. ആ വീടിന് ചുറ്റും നടക്കുന്നതിനിടയിൽ പഴയൊരു കിണർ കാണുന്ന ശൈലജ വളരെ അസ്വസ്ഥയായി. ശൈലജയുടെ അനിയത്തി വീണു ആ കിണറിൽ വീണാണ് മരിച്ചത്. അവിടെ നിന്നും അവരുടെ പഴയ ഇംഗ്ലീഷ് ടീച്ചറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ടീച്ചറിന്റെ മകൾ രൂപാലിയും അവരുടെ സുഹൃത്തായിരുന്നു. പ്രദീപ് ഒരു കവി കൂടിയായിരുന്നു. ശൈലജയെയും ടീച്ചറിനെയും രൂപാലിയെയും ഒക്കെ വീണ്ടും കണ്ടത് പ്രദീപിനെ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോയി. അയാൾ വീണ്ടും കവിതകൾ എഴുതാൻ തുടങ്ങി. വളരെയധികം സന്തോഷവതിയായി കാണുന്ന ശൈലജയെ കണ്ട് കൊങ്കണിലെ ജീവിതത്തെക്കുറിച്ചും പ്രദീപിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇതുവരെ എന്നോട് പറയാതിരുന്നത് എന്ന് ദീപാങ്കർ ശൈലജയോട് ചോദിച്ചു. അറിയില്ല, ആ പഴയ ശൈലജയെ തേടിയായിരിക്കാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു ശൈലജയുടെ മറുപടി. തിരക്ക് പിടിച്ച ജീവിതങ്ങൾ ശൈലജയെയും മാറ്റിയിട്ടുണ്ടായിരിക്കണം. പിറ്റേന്ന് ശൈലജ പ്രദീപിനൊപ്പം താൻ നൃത്തം പഠിച്ച സ്കൂളിൽ പോയി. താൻ പഠിച്ച ചുവടുകൾ ശൈലജ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കുറച്ചെല്ലാം ശൈലജ മറന്നുപോയിരുന്നു. സ്റ്റെപ്പുകൾ മറന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയിരുന്നു ശൈലജ. തന്റെ ഭാര്യയെക്കുറിച്ച് തന്നെക്കാളും പ്രദീപിന് അറിയാമല്ലോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു അസൂയ ദീപാങ്കറിന് പ്രദീപിനോട് തോന്നിയിരുന്നു. എന്നാൽ ശൈലജയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് പ്രദീപ് പറഞ്ഞു. അമ്മയുടെയും അച്ഛന്റെയും മരണത്തിന് ശേഷം മകൻ ഭരത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലായിരുന്നു ശൈലജ. ശൈലജയുടെ അനിയത്തി വീണു കുഞ്ഞിലെ മരിച്ചിരുന്നു. ഇതെല്ലാം ദീപാങ്കർ പ്രദീപിന് പറഞ്ഞു കൊടുത്തു. ദീപാങ്കറും ശൈലജയും പ്രദീപിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ പ്രദീപ് എഴുതിയ കവിതകൾ ഭാര്യ ശാരിക മതിപ്പോടെ കാണിച്ചു കൊടുത്തു. ശാരികയിലും പ്രദീപ് സന്തോഷിക്കുന്നത് കണ്ട് ചെറിയൊരു അസൂയ ഉണ്ടാകുന്നുണ്ട്. മുംബൈയിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസം ശൈലജയ്ക്ക് ഡിമെൻഷ്യയാണെന്നുള്ള വിവരം ദീപാങ്കറിൽ നിന്ന് പ്രദീപ് അറിഞ്ഞു. മറന്നു തുടങ്ങിയ പേരുകളും മുഖങ്ങളും കുട്ടിക്കാലവും ശൈലജയെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് പഴയ ശൈലജയെ ഓർത്തെടുക്കാനായിരിക്കണം ശൈലജ തന്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചെത്തിയത് എന്ന് പ്രദീപിന് മനസ്സിലായി. ആകാശത്തൊട്ടിലിൽ ഒരുമിച്ചിരുന്ന ശൈലജയും പ്രദീപും പഴയകാലം ഓർത്തെടുത്തു. ഒരിക്കൽ ക്ലാസ്സിലെ മറ്റാർക്കും കൊടുക്കാതെ ശൈലജയ്ക്ക് മാത്രമായി പ്രദീപ് കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. അതിന്റെ പേരിൽ പ്രദീപിനോട് ശൈലജ പിണങ്ങി. തമ്മിൽ മിണ്ടാതെയുമായി.
എന്നാൽ അതിനുശേഷമാണ് ശൈലജയുടെ അനിയത്തി ദീനുവിന്റെ മരണം സംഭവിച്ചത്. ആ സംഭവത്തിന് ശേഷം ആരെയും അറിയിക്കാതെ വെങ്കുർലയിൽ നിന്ന് പോയിരുന്നു ശൈലജയും കുടുംബവും. പ്രദീപിനോടൊപ്പമുള്ള അവസാന ദിവസമായിരുന്നു പ്രദീപിനോട് പിണങ്ങിയ ആ ദിവസമെന്ന് ശൈലജയ്ക്ക് അറിയില്ലായിരുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം പ്രദീപിനോട് മാപ്പ് പറയുകയാണ് ശൈലജ. തന്നെ ഓർത്തതിലും മടങ്ങി വന്നതിലും നന്ദിയുണ്ടെന്ന് പ്രദീപും ശൈലജയോട് പറഞ്ഞു. സിനിമയുടെ അവസാനം മകൻ ഭരതനെയും താൻ മറന്നുപോകുമോ എന്നുള്ള ശൈലജയുടെ ഭയമാണ് കാണിക്കുന്നത്. ശൈലജയെ വേഷമിട്ട ഷെഫാലി ഓരോ ചെറിയ നോട്ടങ്ങളിലൂടെയും ചലനത്തിലൂടെയും ഓർമ്മകളില്ലാതാകാൻ പോകുന്ന, സ്വയം മറന്നുപോകുന്ന ഒരാളുടെ അവസ്ഥ വളരെ വ്യക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന മനോഹരമായ ഒരു സിനിമയാണ് 3 of Us. മറ്റൊരു സിനിമയുടെ സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.